നാട്ടുകാർ രോക്ഷാകുലരാണ്. പ്രതിയെ മർദ്ദിക്കാൻ ഹാഷ്മി, നാട്ടുകാർ രോക്ഷാകുലരാണ്. പ്രതിയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. ഹാഷ്മി, പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. ഇവിടെ ഈ ഹാഷ്മി പറഞ്ഞത് ശരിയാണ്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരനും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. പക്ഷേ ഇത്തരം സന്ദർഭത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ചിലപ്പോൾ നിയമം കയ്യിലെടുത്തു പോകും. അതാണ് സാഹചര്യം. കാരണം ഇവനെ പോലെയുള്ളവരുടെ മുമ്പിൽ നിയമം വെറും നോക്കുകുത്തികളാണ് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ആ നാട്ടുകാർ അങ്ങനെ പ്രതികരിച്ചത്. ഇവൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റമൊന്നുമല്ല. ഇവൻ കാണിച്ചത് ക്രൂരത തന്നെയാണ്, കൊടും ക്രൂരത. പക്ഷെ ആദ്യമായിട്ട് കാണിക്കുന്ന ക്രൂരതയല്ല. ഇതിനു മുമ്പും ഇവൻ പലതവണ ഈ പരിപാടി കാണിച്ചിട്ടുണ്ട്. ഇവന് റിപ്പീറ്റഡ് ഒഫൻഡറാണ്. എന്നിട്ടും അവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നാട്ടിൽ ഇറങ്ങി നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവൻ പിന്നെയും കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവന് വേറൊരു കല്യാണം കഴിച്ചതാണ്. ആദ്യ ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഇവന്റെ ഒരുപക്ഷെ ഈ കുഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കെട്ടിയ അവളുണ്ടല്ലോ, അവിടെ അവസ്ഥ ചിലപ്പോൾ ആദ്യ ഭാര്യയുടെ കൂട്ടൊക്കെ ആയിരിക്കും. നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം. എനിക്കത് കാണിക്കാൻ പോലും താല്പര്യമില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആ വീഡിയോ വെച്ചേ മതിയാവുകയുള്ളൂ. ഈ അഷ്കർ എന്ന് പറയുന്ന ഈ കൊടും ക്രൂരന്റെ ആദ്യ ഭാര്യയുടെ ആ മോളുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. കേസിൽ പ്രതിയായിട്ടുള്ള അഷ്കർ ആദ്യം വിവാഹം കഴിച്ചത് ആമിന എന്ന പാലോട് സ്വദേശിയാണ്. ആ ആമിനയുടെ ഇപ്പോഴത്തെ അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ചികിത്സയിലാണ്. വലിയ ക്രൂരത 2022 വിവാഹം കഴിച്ച ആ ദിവസം മുതൽ നേരിട്ടു എന്നാണ് ആമിന പറയുന്നത്. ആമിന ഈ അവസ്ഥയിലാകാനുള്ള കാരണവും അത് അഷ്കറിന്റെ ക്രൂരതയാണ്. അഷ്കർ ഭിത്തിയിൽ തല പിടിച്ചിടിപ്പിച്ച് ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിന നമ്മളോടൊപ്പം ചേരുകയാണ്. മോളെ, എന്താ ഉപദ്രവിക്കുമായിരുന്നോ? തള്ളിയും മോനും പെങ്ങളും മൊബൈലും ഇതിങ്ങനെ ആവാനുള്ള ദിവസം എന്താ സംഭവിച്ചത്? കണ്ടില്ലേ, സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി. ചെറിയ പ്രായമാണ്. എനിക്കൊന്നും എൻ്റെ പോലും പ്രായമില്ലെന്ന് തോന്നുന്നു. ചെറിയ പ്രായമാണ്. ആ ചെറിയ പ്രായത്തിലെ ഈ ഒരു അവസ്ഥയിലായി. ഇനിയും സാധാരണ നിലയിലേക്ക് എത്താൻ എത്ര വർഷം എടുക്കും? അവൻ കാണിച്ചു കൂട്ടിയ ക്രൂരതയാണ്. അവൻ കയറി മേഞ്ഞതാണ്. അപ്പൊ ഈ ക്രൂരത കാണിച്ചിട്ടും അവൻ ഇവിടെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്നു. അവൻ ഇറങ്ങി ബലസി നടന്നു. അവൻ രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ച ആ പന്ന അവളുടെ മകനെ അവൻ ഉപദ്രവിച്ചു. അവനെ ഇല്ലാതാക്കി. അപ്പൊ ഇത്രയും ഫ്രീ ആയിട്ട് അവനെ വിട്ടത് ആരാണ്? നമ്മുടെ നിയമമാണ്. നിയമത്തിലെ പഴുതുകളാണ്. അപ്പൊ ആ നിയമത്തിൽ നമ്മൾ വിശ്വസിക്കണോ? ആ നിയമം എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണുടച്ച് വിശ്വസിച്ച് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല. അതാണ് ആ നാട്ടുകാർ ചെയ്തത്. നാട്ടുകാർ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് സത്യം. ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഒരാൾക്ക് അവനെ വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? 1.5 വയസ്സെന്ന് പറയുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. അതിനോടൊക്കെ എങ്ങനെ തോന്നുന്നു ചെയ്യാന്? പിന്നെ ഇവനെ കല്യാണം കഴിച്ച അവള്, ആ കുഞ്ഞിന്റെ ആ മോന്റെ അമ്മയോട് ഈ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം രണ്ടാമത് കല്യാണം കഴിക്കുന്നതിലൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. നിനക്ക് സുഖം തേടി നീ രണ്ടാമത് കല്യാണം കഴിച്ചു. ഭർത്താവ് മരിച്ച ഉടനെ തന്നെ നീ രണ്ടാമത് കല്യാണം അങ്ങ് കഴിച്ചു. പക്ഷേങ്കില് ഈ തെരുവില് പേ പിടിച്ച് നടക്കുന്ന പട്ടികളെ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് ബോധമില്ല. ആ പട്ടികൾ പോലും സ്വന്തം കുഞ്ഞിനെ സംരക്ഷിക്കും. ആ പട്ടികളുടെ അടുത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു പട്ടി കടന്നു വരട്ടെ അതിനെ കടിക്കാൻ. അപ്പൊ എങ്ങനെയാണ് ആ പട്ടികൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കഷ്ടം തന്നെ. ഇവളുമാരെ പോലെ ഉള്ളവളുമാരെയും പിടിച്ചകത്തിടണം. ഇവരെ മാത്രമല്ല പിടിച്ചകത്തിടണ്ടേ, ഇവന്റെ അമ്മയെയും, ഇവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ ആ കുഞ്ഞിന്റെ അമ്മയെയും പിടിച്ചകത്തിടണം. ഇവരൊക്കെ തന്നെ ശിക്ഷയ്ക്ക് അർഹരാണ്. ഇത്തരം കേസുകൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ പോരായ്മ തന്നെയാണ്. കണ്ണടച്ച് ഇതിനൊക്കെ ശിക്ഷ കൊടുക്കുന്ന നിയമം വരണം. ഒരു പെൺകുട്ടിയെ അടിച്ച് അവശയാക്കി കോമ സ്റ്റേജിലാക്കിയിട്ട് ഇപ്പോഴത് ഒന്ന് ജീവനോടെ തിരിച്ചു വന്നതേ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിന് അതിനൊരു ജീവനുണ്ട്. ജീവനുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് വെറും ഇതാ. കണ്ടോ, സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? അതിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതിന്റെ വീട്ടുകാർ കടന്ന് കഷ്ടപ്പെടുവാണ്. സ്വന്തം മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. എന്നിട്ടിപ്പോ ഈ ഒരു അവസ്ഥയാക്കി. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടും ഇവനൊക്കെ ഫ്രീ ആയിട്ട് ഇറങ്ങുന്നു. ഇപ്പൊ ഒരു കൊടും ക്രൂരത കാണിച്ചു, ഇവൻ പിന്നെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കും.
ജാമ്യത്തിലിറങ്ങി സുഖമായിട്ട് തേരാപ്പാര നടക്കും. പിന്നെ എന്ത് നിയമം, എന്ത് നീതി?